ഒഡീഷയിൽ ആൾക്കൂട്ട ആക്രമണം. സാമ്പൽപൂർ ജില്ലയിൽ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ടു. പശ്ചിമബംഗാൾ സ്വദേശി ജ്വൽ ഷെയ്ഖാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ആക്രമണമുണ്ടായത്. 6 പേരെ അറസ്റ്റ് ചെയ്തു. ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം. ശ്യാമ സദാനന്ദൻ, അതിഥി തൊഴിലാളിയുടെ കൊലയിലേക്ക് നയിച്ച സംഭവം എന്താണ്? ഇപ്പോൾ അറസ്റ്റിലായ 6 പേരല്ലാതെ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? സുജയ, ബുധനാഴ്ച രാത്രി സബൽപൂരിലെ ശാന്തിനഗർ ഏരിയയിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. 19 വയസ്സുള്ള ജ്വൽ ഷെയ്ഖാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ അവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു. പശ്ചിമബംഗാൾ സ്വദേശിയാണ്. ഇയാളും അയാളുടെ കൂടെയുള്ള ആളുകളും കൂടി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു നിർത്തി ആദ്യം ബീഡി ചോദിക്കുകയും പിന്നീട് ഇവരോട് തിരിച്ചറിയൽ രേഖ ചോദിച്ചൊരു ആക്രമണം ഉണ്ടാവുകയുമാണ് ചെയ്തത്. ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണമെന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്. അവർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ ജ്വൽ ഷെയ്ഖിന് അതിക്രൂരമായിട്ടാണ് ഇവർ മർദ്ദിക്കുന്നത്. ഇയാളുടെ തലയ്ക്ക് വലിയ ഭാരമുള്ള കല്ലുകളൊക്കെ വെച്ച് അടിച്ചു എന്നും വലിയ ക്രൂരമായി മർദ്ദിച്ചു എന്നും ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ബംഗ്ലാദേശി എന്ന് വിളിച്ചു തരേണ്ടുള്ള ഒരു ആക്രമണമാണ് എന്ന വാദം പോലീസ് തള്ളുന്നുണ്ട്. ബീഡി ചോദിച്ചുള്ള തർക്കം മാത്രമാണ് ഈ ആക്രമണത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചത് എന്നാണ് ഇപ്പോൾ ഒഡീഷ പോലീസ് പറയുന്നത്. ആ തരത്തിലുള്ള വാദങ്ങൾ അവർ തള്ളുന്നുണ്ട്. പക്ഷേ ഈ ജ്വൽ ഷെയ്ഖിനൊപ്പമുള്ള ആളുകൾ പറയുന്നത് ബംഗ്ലാദേശി എന്ന് വിളിച്ചുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത്. ആ തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് എന്തായാലും BJPക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ കുടിയേറ്റക്കാരെന്നും നുഴഞ്ഞുകയറ്റക്കാരെന്നും BJP മുദ്ര കുത്തുന്നു. ഇതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിന് കാരണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. സുജയ, ശരി. ശ്യാമ സദാനന്ദനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.